പോപ്പുലർ ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയിട്ടുള്ള മട്ടർ പനീർ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാട്ടോ. ഗ്രീൻ പീസും പനീറും ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച്, അതായത് എപ്പോഴും എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവര് ഒന്ന് ഉണ്ടാക്കി നോക്കുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് മട്ടർ പനീർ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വലുതായിട്ട് തന്നെ മുറിച്ചാൽ മതി. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ, അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പം ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ റഫായിട്ടൊന്ന് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാം, അത്ര തന്നെ മതി. ഇപ്പം കണ്ടില്ലേ സവോള ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ഇതന്നെ മതി. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളി ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഞാൻ മുറിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് തന്നെ വഴന്നു വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു. അതായത് സവോള വഴറ്റുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയുമല്ലോ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് തന്നെ വഴന്നു വരുന്നു. അപ്പോൾ ആരോ എന്തോ ഒരു കറി ഉണ്ടാക്കിയിട്ട് അതിൽ സവോളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു എന്ന്. അവസാനം കറി തയ്യാറാക്കി എടുത്തപ്പോൾ ഒരുപാട് ഉപ്പായിരുന്നു. അതായത് നമ്മളിപ്പോൾ സവോളയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ തക്കാളിയിലേക്കോ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഈ സവോളയിലേക്ക് അല്ലെങ്കിൽ തക്കാളിയിലേക്ക് ആവശ്യമുള്ള ഗ്രേവിയിലേക്കുള്ളത് മാത്രം ചേർക്കാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആൾ പറയണത് ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ എല്ലാ കറികളിലും ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. എനിക്ക് ഉപ്പൊന്നും സാധാരണ കൂടി പോവാറില്ല. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ, അത്ര തന്നെ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ തക്കാളിയൊക്കെ സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി, ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ സവോളയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്തത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഈ സെയിം കടായിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മളിതുപോലെ എണ്ണയിലേക്ക് നേരിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു കളർ വരും. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജീരകം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ക്യുമിൻ സീഡ്സ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് പൊട്ടിച്ചതിന് ശേഷം മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. എനിക്കിപ്പോൾ ജീരകം താല്പര്യമില്ലാത്ത കാരണമാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. ഇപ്പോൾ മുളക് പൊടിയുടെ പച്ചമണക്കം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മുളക് പൊടി പിന്നെ കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് ഇതുപോലെ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത്.
ഇനി ഇത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ ആവശ്യത്തിന് തന്നെ എണ്ണയുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ കാഷ്യൂനട്ടോ അതുപോലെ ഫ്രഷ് ക്രീമോ അങ്ങനെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം. അതുപോലെ ഈ ഗ്രേവിയുടെ അളവ് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കുറഞ്ഞു വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ വരുമ്പോഴാണ് കറി കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഫ്രോസൺ മട്ടറാണ് കേട്ടോ. അതായത് ഗ്രീൻ പീസ്. സാധാരണ നമ്മൾ മട്ടർ പനീറിലൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് തന്നെയാണ് ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഫ്രോസൺ ആയിട്ടുള്ള പനീറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പനീർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള പനീറാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ആദ്യം ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ വീട്ടിൽ പനീറൊക്കെ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഗ്രീൻ പീസ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സമയം പുറത്ത് വെച്ച് അതിന് ശേഷം കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളൂ. ഇപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 200 ഗ്രാം പനീറാണ് കേട്ടോ. ഇതുപോലെ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പനീറാണ്. പനീറും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പനീർ ഉടഞ്ഞു പോവാതെ പതുക്കെ മിക്സ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ പനീറൊക്കെ മാഷായിട്ട് വരും. പനീർ വറുത്തെടുത്തതിന് ശേഷം ഈ മട്ടർ പനീർ തയ്യാറാക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വറുത്തെടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പനീറൊന്ന് കുറച്ച് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളമായാലും മതി, ഏതായാലും കുഴപ്പമില്ല. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പനീറും ഗ്രീൻ പീസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇതിലേക്ക്. ഇതിൽ ഉപ്പും കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഇത് എടുക്കുന്നത്. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് അളവിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ കസൂരി മേത്തി ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഉലുവയുടെ ഉണങ്ങിയ ഇല ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയിലയാകുമ്പോൾ പിന്നെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതാണ് ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണിത്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം.
അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ വെജിറ്റേറിയൻ റെസിപ്പി നമുക്ക്